ഹലോ ഗായ്സ്, ഓരോ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓരോ ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനൊന്ന് ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ബിസ്ക്കറ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സിയിലിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഷുഗർ ആൻഡ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയതിനു ശേഷം ഇങ്ങനത്തെ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കൊരു പാനിൽ നമുക്ക് ബട്ടർ പേപ്പർ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് എല്ലായിട്ടും ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചൂടുവെള്ളത്തിൽ നമ്മുടെ പാൻ വെച്ച് കൊടുക്കുന്നു. അതിനകത്ത് നമ്മുടെ നേരത്തെ ക്രീം നമ്മൾ അവിടെ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നു. ഇതൊരു 30 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ച് നമുക്ക് അടച്ച് അതിനെ ഒന്ന് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ഡയറി മിൽക്ക് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടുന്നതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മൾ കേക്കിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ ലുക്ക്